ഹലോ എവരിവൺ, നമ്മുടെ 8ാം ക്ലാസ്സിലുള്ള മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ്, അതിലെ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ്? എത്ര സൈഡ്സ് ഉണ്ട് ട്രയാങ്കിൾസിന്? 3 സൈഡ്സ് ഉണ്ട്. എത്ര ആംഗിൾസ് ഉണ്ട്? 3 സൈഡ്സ് എന്ന് പറയുന്ന പോലെ തന്നെ 3 ആംഗിൾസ് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ഈ ട്രയാങ്കിളിന്റെ പേരുകൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത് നോക്കാം. അതേപോലെ ഈ ട്രയാങ്കിൾസിന്റെ ഒക്കെ സൈഡുകളുടെ പേര്, നെയിം എങ്ങനെ പറയാം എന്നുള്ളത്, അതേപോലെ ആംഗിൾസിന്റെ നെയിം എങ്ങനെ പറയാം എന്നുള്ളതൊക്കെ നോക്കാം. കുറച്ച് പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാലും നിങ്ങൾ മറന്നിട്ടുണ്ടാകും കുറേ പേര്. അപ്പൊ അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. അപ്പൊ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ഓരോ മൂലകളെയും പറയുന്ന പേര് വെർട്ടീസസ് എന്നാണ്. അപ്പോൾ അവിടെ ഓരോ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ പേര് എങ്ങനെ പറയാം? ട്രയാങ്കിൾ ABC എന്ന് പറയാം, അല്ലേ? ABC ട്രയാങ്കിളിന്റെ ഒരു പേരാണ്, ഒരു നെയിമാണ്. വേറെ എങ്ങനെ ഈ ട്രയാങ്കിളിന്റെ നെയിം പറയാം? നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്തായിരിക്കും? ട്രയാങ്കിൾ BCA എന്ന് പറഞ്ഞൂടെ? ട്രയാങ്കിൾ BCA, അതായത് ഒരു ട്രയാങ്കിളിന്റെ വെർട്ടീസസിലുള്ള ആ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ അതിന്റെ പേരുകൾ പറയുന്നത്. നമ്മൾ ABC എന്ന് പറഞ്ഞു, ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞു, ട്രയാങ്കിൾ BCA എന്ന് പറഞ്ഞു. ഇനി എങ്ങനെ എഴുതാം? ട്രയാങ്കിൾ CAB എന്ന് എഴുതാം, ട്രയാങ്കിൾ CAB എന്നും ഇതൊക്കെ എഴുതാം. ഇതെല്ലാം സെയിം ആണ്, എല്ലാം ഒരു ട്രയാങ്കിളിന്റെ പേര് തന്നെയാണ്. അപ്പൊ ഒരു ട്രയാങ്കിളിന് പല പേരുകളുണ്ടെങ്കിൽ നമുക്ക് ഏത് എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ട്രയാങ്കിൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ ആ ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസിലുള്ള ലെറ്റേഴ്സ് അതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ഈ ട്രയാങ്കിളിന്റെ പേര് ഈ ABC എന്ന് പറഞ്ഞത് തന്നെ തിരിച്ചും എഴുതാം, ACB എന്ന് എഴുതാം. അപ്പോഴും ഈ ട്രയാങ്കിൾ തന്നെയാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ വെർട്ടീസസിലുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ അതിന്റെ നെയിം പറയുന്നത്. ഇനി അതിന്റെ ഓരോ സൈഡുകളുടെ നെയിം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ അതിന് PQ എന്ന് നമ്മൾ ഈ ലൈനിന്റെ 2 എൻഡിൽ കൊടുത്തു. അപ്പൊ ഈ ലൈനിന്റെ പേര് നമുക്ക് PQ എന്ന് എഴുതാം, അതല്ലെങ്കിൽ തിരിച്ച് QP എന്നും എഴുതാം. അപ്പൊ ആ ലൈനിന്റെ 2 എൻഡിലുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അതന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ നീട്ടി വരച്ച് ഇവിടെ A എന്ന് പറയുന്ന ലെറ്റർ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും ഭാഗം ഇതിന്റെ പേര് PQ തന്നെയാണ്, അല്ലെങ്കിൽ തിരിച്ച് QP എന്ന് പറയാം. ഇവിടെ ഫസ്റ്റ് ഉള്ള ഈ ചെറിയ പാർട്ടിന്റെ പേര് എന്തായിരിക്കും? അത് AP എന്ന് പറയാം, അല്ലെങ്കിൽ തിരിച്ച് PA എന്നും പറയാം. ഇത്രയും നീളം ഇത് ഒന്നിച്ചുള്ളതാണെങ്കിൽ എന്താ പറയാ? AQ എന്നോ അല്ലെങ്കിൽ തിരിച്ച് QA എന്നോ പറയാം. അപ്പൊ അതുപോലെ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ സൈഡുകൾ നോക്കാം. ഇതൊരു സൈഡ് അല്ലേ? ഈ ലൈനുകളാണ് നമ്മൾ എന്താ പറയുന്നത്? സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡിന്റെ പേര് AB എന്നാണ്. അപ്പോൾ ഈ സൈഡിന്റെ ഈ ലൈനിന്റെ 2 എൻഡിലുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അപ്പൊ AB എന്ന് എഴുതാം, അതല്ലെങ്കിൽ തിരിച്ച് BA എന്നും എഴുതാം. ഒരുമിച്ച് ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് രണ്ടും ഒരു ലൈനിന്റെ പേരാണ്, ഒരു സൈഡിന്റെ പേരാണ്. രണ്ടാമത്തെ വേറെ സൈഡ്, ഇതിന്റെ പേരെന്താ? നെയിം എന്താ? BC എന്നോ അല്ലെങ്കിൽ തിരിച്ച് CB എന്നോ എഴുതാം. BC എന്നോ അല്ലെങ്കിൽ CB എന്നോ എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഇതിനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായിരിക്കും? AC എന്നോ അല്ലെങ്കിൽ CA എന്നോ എഴുതാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒരു സൈഡിന് ഒരു നെയിം കൊടുത്താൽ മതി, ഏത് എഴുതിയാലും കറക്റ്റ് ആണ്. അപ്പൊ അത് രണ്ടും എഴുതാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിളിന്റെ നെയിം എഴുതുന്നത്, അതേപോലെ അതിന്റെ സൈഡുകളുടെ നെയിം, ട്രയാങ്കിളിന്റെ നെയിമും സൈഡുകളുടെ നെയിമും ഇതെല്ലാം എഴുതുന്ന രീതി വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ആംഗിൾസിന്റെ നെയിം എങ്ങനെ എഴുതാന്നും കൂടി നോക്കാനുണ്ട്. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ എടുക്കുകയാണ്. ഇതിനാണ് എന്താ പറയുന്നത്? ആംഗിൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇതേപോലെ അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, ആ ആംഗിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ആംഗിളിന്റെ പേരെന്തായിരിക്കും? നമുക്ക് ആംഗിൾ B എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? ഇതൊരു ആംഗിൾ ആണ്, ആംഗിൾ B. ഈ ആംഗിൾ B നെ വേറെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? വേറെ എഴുതുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാല്, ഈ ആംഗിൾ B കിട്ടാൻ ഏതൊക്കെ സൈഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് ഈ ആംഗിൾ B കിട്ടിയിട്ടുള്ളത്? AB എന്ന് പറയുന്ന സൈഡും CB എന്ന് പറയുന്ന സൈഡ്, ഈ 2 സൈഡുകളും ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് B എന്ന് പറയുന്ന ആംഗിൾ കിട്ടിയിട്ടുള്ളത്, അല്ലേ?
അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ട് എൻഡിലുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഇതിന്റെ നെയിം എഴുതാം. ആംഗിൾ എ ബി സി എന്ന് എഴുതാം. ആംഗിൾ എ ബി സി. അതാണ് ഇപ്പൊ നമ്മളിങ്ങനെ എ ബി സി എന്ന് പറയും. തിരിച്ച് സി ബി എ എന്നും പറയാം. ആംഗിൾ സി ബി എ. ഇതെല്ലാം ഈ ഒരു ആംഗിളിന്റെ നെയിമാണ്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ അതില് പ്രത്യേകം നോട്ട് ചെയ്യുക, ഇവിടെ നമുക്ക് ആംഗിൾ ബി എന്ന് എഴുതണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ആംഗിൾ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇവിടെ എക്സ്ട്രാ വേറെ ലൈനൊക്കെ ഉള്ള വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിളും കൂടി ജോയിൻ ചെയ്തതാണ്. അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞ ആംഗിളിന് ആംഗിൾ ബി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ പേര് എഴുതണം. അല്ലെങ്കിൽ ആംഗിൾ ബി എന്ന് പറയണമെങ്കിൽ ഇൻ ദിസ് ട്രയാംഗിൾ എ ബി സി. ട്രയാംഗിൾ എ ബി സിയിലെ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ ഇതാണെന്ന് മനസ്സിലാക്കാം. കാരണം ഈ ആംഗിൾ എന്ന് പറയുന്ന ട്രയാംഗിൾ എ ബി സിയിൽ വരില്ല. എ ബി സി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ്. അപ്പൊ അതിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ടോട്ടൽ നമുക്കതിൽ വരില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ആംഗിളിന്റെ പേര് എഴുതാം. അപ്പൊ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ രണ്ട് പേരിലും രണ്ട് നെയിമിലും സെന്ററിൽ വന്ന ലെറ്റർ ബി ആണ്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഈ ആംഗിളിന്റെ പേര് എഴുതാന്, ബി എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ പേര് എഴുതാന് ഇതേപോലെ രണ്ട് സൈഡുകൾ ജോയിൻ ചെയ്താണെന്ന് പറഞ്ഞു. അപ്പൊ എ ബി സി എന്നോ സി ബി എ എന്നോ എഴുതാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ട്രയാംഗിളിന്റെ പേര് എ ബി സി എന്നും എ സി ബി എന്നൊക്കെ എഴുതാന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ പേര് അങ്ങനെ എല്ലാം എഴുതാൻ പറ്റില്ല. ഈ രണ്ട് പേരുകൾ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആംഗിൾ ബി എന്ന് എഴുതാം. കാരണം നമുക്ക് വേണ്ട ആംഗിൾ ഈ ബിന്റെ അവിടെയാണ്. അപ്പൊ ഇങ്ങനെ പേര് ആംഗിളിന്റെ നെയിം എഴുതുമ്പോ എവിടെയാണോ ആംഗിള് അതിന്റെ ആ വെർട്ടീസിലുള്ള ലെറ്റർ ഇതിൽ സെന്ററിൽ വരണം. അതായത് എയിൽ നിന്നും സിയിൽ നിന്നും ജോയിൻ ചെയ്യുന്ന ലൈൻസ് എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? എയിൽ നിന്നും സിയിൽ നിന്നും വരുന്ന എ എന്ന് പറയുന്ന പോയിന്റ് നിന്ന് സി എന്ന് പറയുന്ന പോയിന്റ് നിന്ന് വരുന്ന ലൈൻസ് ബിയിൽ ജോയിൻ ചെയ്യുന്നതാണ് മീനിങ്. അപ്പോൾ എ ബി സി എന്ന് എഴുതാം. തിരിച്ച് സി ബി എ എന്ന് പറയണം. അപ്പൊ എവിടെയാണോ ആംഗിൾ വരേണ്ടത് അവിടെയുള്ള ലെറ്റർ ആ നെയിമിൽ സെന്ററിൽ വരണം. ഒരു എക്സാമ്പിൾ നോക്കാം. ആംഗിൾ എ സി ബി എന്ന് എഴുതി. ഇത് ഈ ആംഗിൾ ആണോ? ഇതിലും ബി ഉണ്ട് എന്ന് സി ആംഗിൾ ആകുമോ? ഇല്ല. കാരണം ഇതിൽ സെന്ററിൽ വരുന്ന ലെറ്റർ ഏതാ? സെന്ററിൽ വരുന്നത് സി ആണ്. അപ്പൊ സിന്റെ അവിടെയാണ് ആംഗിൾ വരേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക, എ ബി ഈ രണ്ട് പോയിന്റിൽ നിന്നും ജോയിൻ ചെയ്ത് സിയിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, ബി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഈ രണ്ട് പോയിന്റിൽ നിന്നും സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്താൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ആംഗിൾ എ സി ബി എന്ന് എഴുതാം. അതല്ലെങ്കിൽ തിരിച്ച് ബി സി എ എന്ന് എഴുതാം. എങ്ങനെ എഴുതുമ്പോഴും ശ്രദ്ധിക്കുക, ആംഗിൾ ആണ് സെന്ററിൽ ഏത് ലെറ്റർ വരണം? സി എന്ന് പറയുന്ന ലെറ്റർ എഴുതും. അപ്പൊ അതേപോലെ ഈ തേർഡ് ആംഗിളിന്റെ എങ്ങനെയൊക്കെ എഴുതാം? ആംഗിൾ എ എന്ന് എഴുതാം. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ വരിക? ആംഗിൾ ബി എ സി, ഇനി അതല്ലെങ്കിൽ സി എ ബി. ഇങ്ങനെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഈ ആംഗിളിന്റെ പേരുകൾ നെയിംസ് കൊടുക്കാം. അപ്പോൾ ട്രയാംഗിളിന്റെ സൈഡുകള് അതിന്റെ നെയിം എഴുതുന്നത്, ട്രയാംഗിളിന്റെ നെയിം എഴുതുന്നത്, ആംഗിളിന്റെ നെയിം എഴുതുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ട്രയാംഗിളില് 3 ആംഗിൾസ് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ ഏതൊരു ട്രയാംഗിളിലെയും ഈ 3 ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? നിങ്ങൾ പഠിച്ചതാണ്. എത്രയാണ്? 180 ഡിഗ്രി. നിങ്ങൾ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി എന്നൊക്കെ ആ പേര് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു ട്രയാംഗിളിൽ 3 ആംഗിൾസ് ഉണ്ട്. ഏത് ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാലും 3 ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ഏത് ട്രയാംഗിളിന്റെയും ഈ ആംഗിൾസിന്റെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ അത് എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾസ് എനി ട്രയാംഗിൾ, സം ഓഫ് ആംഗിൾസ് എനി ട്രയാംഗിൾ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സം ഓഫ് SUM ആണ് സം എന്ന് പറയുന്നത്. ആഡ് ചെയ്ത ആൻസറിനാണ് പറയുന്നത് സം ഓഫ് അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഇൻ എനി ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഏത് ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാലും അതിലുള്ള 3 ആംഗിളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യം ഈ ആംഗിൾ ഉപയോഗിച്ച് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം. അതായത് ഇവിടെ നമുക്ക് പറയുന്നത് ട്രയാംഗിളിലെ 3 ആംഗിൾസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 180 ആണ്. അപ്പൊ ഇതിലുള്ള ആംഗിൾസ് ഇപ്പൊ ഏതൊക്കെയാണ്? ഈ ട്രയാംഗിളിലെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി 3 ആംഗിൾ ആണ്. ഇത് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സമ്മ എന്ന് പറയുന്നത് എത്രയായിരിക്കും?
180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്. ഇതിൽ ഏതെങ്കിലും 2 ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. എന്തായാലും ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയാണ് ട്രയാങ്കിൾസിന്റെ, ഏത് ട്രയാങ്കിളിന്റെയും അതിലെ ആംഗിൾസിന്റെ സമ്മ് എന്താ വെച്ചാൽ ഈ ആംഗിൾസ് എല്ലാം ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലെ ചെയ്ത് നോക്കാം. അതേപോലെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തുക. വേണമെങ്കിൽ റഫായിട്ട് നിങ്ങൾ വരച്ചിട്ട് ചെയ്താൽ മതി. അതായത് ട്രയാങ്കിൾ എ ഇ ബി, ഇതിൽ ട്രയാങ്കിൾ എ ഇ ബി ഏതാണെന്നൊന്ന് ജസ്റ്റ് ഇതിന് കാണിക്കാം. അതായത് ഒന്ന് ഷെയ്ഡ് ചെയ്യുക. അതേപോലെ ആംഗിൾ എ ഇ എഫ് എന്ന് പറയുന്ന ആംഗിൾ ഏതാണോ അത്. പിന്നെ സൈഡ് ബി സി, ഇതിൽ ബി സി എന്ന് പറയുന്ന സൈഡ് ഏതാണ്. അതേപോലെ ആംഗിൾ ഇ സി എ എന്ന് പറയുന്ന ആംഗിൾ ഏതാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ നോക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിൾ എ ഇ ബി ആണ്. അപ്പൊ എ ഇ ബി 3 പോയിന്റ്സ്. എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, ഇ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, ബി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇത് മൂന്നും കൂടി ജോയിൻ ചെയ്ത ഈ ട്രയാങ്കിളിനെയാണ് എന്ത് പറയുന്നത്, ട്രയാങ്കിൾ എ ഇ ബി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എ ബി ഇ എന്നോ അല്ലെങ്കിൽ ബി ഇ എ എന്നോ അങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാം. വേണമെങ്കിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ട്രയാങ്കിൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആംഗിൾ എ ഇ എഫ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എ ഇ എഫ് എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിൽ ഉള്ളതാണ്. അതിൽ എ ഇ എഫ് എന്ന് പറയുന്ന ആംഗിൾ ആണ് ആവശ്യം. അപ്പൊ അതിൽ സെന്ററിലെ ഒരു ലെറ്റർ ഇ ആണ്. അപ്പൊ ഇ എന്ന് പറയുന്ന ഈ പോയിന്റിന്റെ അവിടെയാണ് ആംഗിൾ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കുറെ ആംഗിൾസ് കാണാം. അപ്പൊ അതിൽ ഏതോ ഒരു ആംഗിൾ മാത്രമാണ് എ ഇ എഫ് എന്ന് പറയുന്നത്. അപ്പോ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എഫ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇ എന്ന് പറയുന്ന പോയിന്റിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിളാണ്. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്, എഫ് എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഈ 2 പോയിന്റിൽ നിന്നും ഇയിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ഇതാണ്. അപ്പൊ എ ഇ എഫ് കറക്റ്റ് അല്ലേ. ഈ സൈഡ് ബി സി എന്ന് പറയുന്ന സൈഡ് ഏതാ, ബി സി ഇതല്ലേ. ബി ഇതാണ്, സി ഇതാണ്. അപ്പൊ ബി സി എന്ന് പറയുന്ന സൈഡ് ഇത് കിട്ടും. ഇനി നമുക്ക് ലാസ്റ്റ് ആംഗിൾ ഇ സി എ, നേരത്തെ പറഞ്ഞതുപോലെ സി എന്ന് പറയുന്ന ലെറ്ററിന്റെ എവിടെയാണ് ആംഗിൾ വരേണ്ടത്. അപ്പൊ ആംഗിൾ ഇ സി എ എന്ന് പറയുമ്പോൾ ഇ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, സി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. സെന്ററിലുള്ള ലെറ്റർ സി ആയതുകൊണ്ട് സിന്റെ അവിടെയാണ് ആംഗിൾ വരേണ്ടത്. അപ്പോൾ ഇയിൽ നിന്നും എയിൽ നിന്നും ജോയിൻ ചെയ്യണം. അപ്പൊ ഇ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, സി ഇതാണ്. അപ്പൊ ഇ സി എ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇ സി എ എന്നോ അല്ലെങ്കിൽ ഇ സി ബി എന്നോ പറയാം. കാരണം ഈ ലൈനിൽ തന്നെയാണ് 2 പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ ഇ സി ബി എന്നോ ആംഗിൾ ഇ സി എ എന്നോ രണ്ടും പറയാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിന്റെ ആംഗിൾസ് എല്ലാം കണ്ടെത്താം. നിങ്ങളുടെ ആൻസർ എല്ലാം കറക്റ്റ് ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.